സൂപ്പർ കപ്പ് സെമി ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. കരുത്തരായ നിലവിലെ ചാമ്പ്യന്മാർ ISL ഷീൽഡ് വിന്നേഴ്സും ISL കിരീട ജേതാക്കളൊക്കെയായ മോഹൻ ബഗാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ശനിയാഴ്ച വൈകിട്ട് 4:30 കലിംഗ സ്റ്റേഡിയത്തിലാണ് സൂപ്പർ പോരാട്ടം. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചത്, നോക്കൌട്ടിലെ ആദ്യത്തെ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചത് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു ഘടകമാണ്. ഈസ്റ്റ് ബംഗാളിനെ ആധികാരികമായി തന്നെ 2-0 പരാജയപ്പെടുത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ഇതിലും വലിയൊരു മാർജിനിൽ വിജയിക്കേണ്ട മത്സരമായിരുന്നു. ഫൈനൽ തേർഡിലെ ആ ഒരു ചെറിയ പാളിച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഡേവിഡ് കറ്റാല എന്നുള്ള പുതിയ പരിശീലകന് കീഴിൽ കാണാൻ സാധിച്ചു. ഒരൊറ്റ മത്സരമേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈസ്റ്റ് ബംഗാളിനെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടി ഒരു ബാലൻസ്ഡ് ആയുള്ള അപ്രോച്ചാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു, അതിനൊപ്പം തന്നെ മികച്ച അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ചവെച്ചു. അപ്പോൾ ആ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ഒരു പ്രോമിസിംഗ് ആയുള്ള കാര്യം തന്നെയാണ്. കുറെ കാലത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഓൾറൗണ്ട് പെർഫോമൻസും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവായുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ഹൈ നോട്ടിലാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. പിന്നെ മോഹൻ ബഗാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോഹൻ ബഗാൻ ഈ ഒരു മത്സരത്തിൽ, അതായത് സൂപ്പർ കപ്പിന്റെ ക്വാർട്ടറിൽ വലിയൊരു ഫോർമിഡബിൾ ആയുള്ള ഒരു നിരയല്ല ഇറക്കുന്നത്. വിദേശ താരങ്ങൾ പലരും ടീമിലില്ല, അവർക്കെല്ലാം വിശ്രമം അനുവദിച്ചിരിക്കുകയാണ്. കമിൻസ് ഇല്ല, മക്ലാരൻ ഇല്ല, പിന്നെ റോഡ്രിഗസ് ഇല്ല, ആൽഡ്രഡ് ഇല്ല, പിന്നെ അതുകൂടാതെ അവരുടെ ക്യാപ്റ്റനായ സുഭാഷിഷ് ബോസും ഗോൾ കീപ്പർ വിശാൽ കെയ്ത്തൊന്നും കളിക്കുന്നില്ല. അങ്ങനെയാണെങ്കിലും യുവനിരയ്ക്കൊപ്പം ചില മികച്ച താരങ്ങളെ മോഹൻ ബഗാൻ ഇറക്കുന്നുണ്ട്. നമ്മുടെ മലയാളി താരങ്ങളായ സഹൽ അബ്ദുൾ സമദ്, പിന്നെ അതുകൂടാതെ ആഷിഖ് കുർണിയൻ എന്നിവർ കളിക്കുന്നുണ്ട്. ക്യാപ്റ്റനായിട്ട് ദീപക് ടാങ്ക്രിയാണ് വരുന്നത്. പിന്നെ അതിനൊപ്പം തന്നെ ദിബേന്ദു വിശ്വാസിനെയൊക്കെ പോലുള്ള പ്ലെയേഴ്സ് സ്ക്വാഡിലുണ്ട്. അവർ ഓൾറെഡി സ്ക്വാഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇത് ചെറിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം അപകടകാരികളായ പല പ്ലെയേഴ്സും ഇല്ലാതെയാണ് മോഹൻ ബഗാൻ ക്വാർട്ടറിൽ ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സൂപ്പർ കപ്പിനെ വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. കഴിഞ്ഞ സീസൺ ഒരു വലിയ ഫ്ലോപ്പ് ആയിരുന്നു ISL സീസൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ്, പുതിയ പരിശീലകന് കീഴിൽ ഒരു തിരിച്ചുവരവാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത്. അതുമാത്രമല്ല, ക്ലബിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു കിരീടമില്ല. അപ്പം സൂപ്പർ കപ്പൊക്കെ നേടാൻ സാധിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അതൊരു വലിയ ആത്മവിശ്വാസമായിരിക്കും. പ്രത്യേകിച്ച് അടുത്ത സീസണിന് ഒരുങ്ങുന്നതിൽ അതൊരു വലിയ ഒരു കോൺഫിഡൻസ് നൽകും. മോഹൻ ബഗാനെതിരായ നിർണായക പോരാട്ടത്തിന് ഇറങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന് ഒരു തലവേദനയായിട്ടുള്ളത് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ പരിക്കാണ്. കഴിഞ്ഞ മത്സരത്തിൽ ലൂണയ്ക്ക് ഈസ്റ്റ് ബംഗാളിനെതിരെ പരിക്കേറ്റിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കളിക്കാനാകില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് മോഹൻ ബഗാനെതിരെ. കാരണം പരിക്കിൽ നിന്ന് മോചിതനായിട്ടില്ല ലൂണ. അപ്പോൾ ലൂണയുടെ ഒരു അഭാവം വലിയൊരു തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്രയും നിർണായകമായ ഒരു മത്സരത്തിൽ അവരുടെ പ്ലേ മേക്കർ അല്ലെങ്കിൽ നായകൻ ഇല്ലാതെ ഇറങ്ങുന്നു എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. ലൂണയ്ക്ക് പകരം പെപ്ര സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം പിടിക്കാനാണ് സാധ്യത. പെപ്ര പലപ്പോഴും ഒരു സ്ട്രൈക്കർ എന്നതിനേക്കാൾ ഉപരി ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന റോളിൽ കുറച്ചും കൂടെ തിളങ്ങാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ്. പലപ്പോഴും അദ്ദേഹം അത് തെളിയിച്ചിട്ടുണ്ട്. നല്ല ഹൈ പ്രസിംഗ് എബിലിറ്റി ഉള്ള ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് പെപ്രയുടെ സാന്നിധ്യം പലപ്പോഴും മുന്നേറ്റ നിരയിൽ കളിക്കുന്ന സ്ട്രൈക്കർക്കും ഗുണം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഹിമിനസും പെപ്രയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ പുതിയ പരിശീലകന് കീഴിൽ വർക്കൗട്ട് ആകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ നോഹയുടെ തകർപ്പൻ ഫോം തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം. കഴിഞ്ഞ മത്സരത്തിൽ ആദ്യത്തെ ഗോളിന് വഴിയൊരുക്കി, രണ്ടാമത്തെ ഗോൾ തകർപ്പൻ ഗോൾ സ്വന്തമാക്കി. അപ്പോൾ നോഹ ഒരു പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി എന്നുള്ളത് വലിയ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നൽകുന്നത്. ഒറ്റയ്ക്ക് കളിയുടെ ഗതി തിരിച്ചുവിടാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ മോഹൻ ബഗാനെതിരെ നോഹയുടെ ഒരു ബ്രില്യൻസ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ മത്സരത്തിലെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ തന്നെ കോച്ചിന്റെ ടാക്ടിക്സ് ഒറ്റ മാത്രമേ നമ്മൾ പറയുമ്പോൾ ഒരുപാട് ഒരു ഫ്ലെക്സിബിലിറ്റി ഫീൽ ചെയ്തു. കാരണം ഒരു ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി കാഴ്ചവെക്കുന്ന ഒരു പരിശീലകനാണ് ഈ പുതിയ കറ്റാല എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള ഒരു സ്വിച്ചിങ് കാണാൻ സാധിച്ചിരുന്നു. ഒന്ന് ടീമിനെ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തു, അതുകൂടാതെ തന്നെ പലപ്പോഴും ലോങ് ബോളുകൾ വഴിയുള്ള അറ്റാക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ പ്രോപ്പറായുള്ള ബിൽഡപ്പ്, ബോള് പ്രോപ്പറായി ബിൽഡപ്പിലൂടെ പ്രോഗ്രസ് ചെയ്യുന്ന ആ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം ശരിക്കും ഒരു ബാലൻസിങ്, ഒരു സ്വിച്ചിങ് ഉണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ ഡിഫൻസിലാണെങ്കിലും ആ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ നല്ല പ്രസ്സിങ് ഉണ്ടായിരുന്നു. ഇപ്പം അറ്റാക്കിലാണെങ്കിലും പ്രഷർ കൊടുക്കാൻ, എതിരാളികൾക്ക് പ്രഷർ കൊടുക്കാൻ സാധിച്ചു. ഡിഫൻസിലാണെങ്കിലും നല്ല രീതിയിൽ തുടക്കത്തിൽ തന്നെ എല്ലാ അപകടങ്ങളൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് ഡിഫൻഡേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരൊറ്റ മത്സരമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു വിലയിരുത്തലിലേക്ക് പോകാൻ പറ്റില്ല. മോഹൻ ബഗാനെതിരെ ആയിരിക്കും ശരിക്കും
ഒരു ഡിസൈഡിങ് ആയിട്ടുള്ള ഒരു മത്സരമായിട്ട് വരിക. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് എങ്ങനെ മോഹൻ ബഗാനെതിരെ വർക്കൗട്ട് ആവും എന്ന് അറിയാൻ എല്ലാവർക്കും വലിയ ആകാംക്ഷയുണ്ട്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കാത്തിരിപ്പാണ്, വർഷങ്ങളായിട്ടുള്ള ഒരു കിരീടത്തിനായുള്ള ഒരു കാത്തിരിപ്പാണ്. അതിന് ഒരു നിർണായക ചുവടുവയ്പ്പാവും ഈ ക്വാർട്ടർ മത്സരം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാനെതിരെ ഒരു വിജയ സാധ്യതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.